എത്ര മെമ്പറെ ഞാനിവിടെ സ്ഥലത്തില്ലേനു അപ്പൊ അത് ക്ലിയർ ആക്കി വിടണ്ടല്ലായിരുന്നു. ഇപ്പൊ ഇതിലിപ്പോ എന്താ അറിയോ, കുറച്ച് ആളുകൾക്കൊക്കെ ഒരു സംശയത്തിന്റെ മേലിൽ നിൽക്കുകയാണേനും. അത് ഞാനവിടെ ചെന്നപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യ പേരുടെ ഉള്ളിൽ കൂട്ടിയിട്ടേക്കാണ്. എന്താ സംഭവം എന്ന് എനിക്കും പിടുത്തം കിട്ടണില്ല. ആളുകളൊക്കെ കൂടിയും ചെയ്തേക്കണം. അപ്പത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് റഹീമാജിനെ സേഫ് ആക്കിയിട്ട് പിന്നെ ഈ കേസ് സംസാരിക്കാന്നുള്ളതൊക്കെ ഞാൻ അവിടുന്ന് ആളുകളൊക്കെ പിരിച്ചുവിടുക ചെയ്തത്. എനിക്കും തന്നെ കാര്യമൊന്നും മനസ്സിലായില്ല. കുറെ ആൾക്കാരെന്നെ കൂടിക്കുന്നുണ്ട്. അജിരൊക്കെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആള് കൂടുമ്പോ നമ്മള് എന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അത് റഹീമേ, ഇജ് ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ടേ ടെൻഷൻ ആകൊന്നും വേണ്ട. ഞാനും മെമ്പറും ഒക്കെ പാടി ആ കാര്യം പറയുകയാണ് ഇങ്ങനെ പേറ്റിയായിരുന്നു. അന്നെ കുറിച്ച് കണ്ടിപ്പോ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പൊ മൂസയാണ് ഇതിലും വലിയ അറവേല ഇനിയും ചെയ്യും. അതിപ്പോ അതല്ല മുജീബേ, കാര്യങ്ങൾ എന്താന്നുള്ളത് എനിക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ലേ. ആ കുട്ടി പാമ്പുണ്ട് പറഞ്ഞാണ്ട് ഞങ്ങളെ വണ്ടി തടഞ്ഞും ചെയ്തു. ഞങ്ങൾ പോയി നോക്കി. അപ്പം ഞാൻ വേണ്ട പറയല്ലേ, ലത്തീഫിനെ വിളിച്ചോടുന്ന കണ്ട പാമ്പ് പിടിച്ചിട്ടുണ്ടേ. പിന്നെ എപ്പോഴത് മൂസിബലൊക്കെ പൂട്ടിയിട്ടു എന്നുള്ളത് ആൾ കൂടിയതൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടി ചെയ്യേണ്ടിയെന്ന് വരെ അറിയില്ല. പിന്നെ മെമ്പർ വന്ന കാണാൻ തൽക്കാലങ്ങൾ അജര് പൊയ്ക്കോളി പറഞ്ഞപ്പോഴേ ഞാൻ പോന്നും ചെയ്തു. ഈ ആളുകളൊക്കെ ഇപ്പം എന്താ കരുതിക്കണ്ട് നിങ്ങൾക്ക് അറിയണില്ല. അത് ആചാര്യ നിങ്ങളെ വിചാരിക്കണമായുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ നിങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് ഒരു ബോധമുണ്ട്. പിന്നെ ഇപ്പോൾ മൂസിയും അംസീൻ അവരെ കുറിച്ച് പൊതുവായ ഒരു ബോധം നാട്ടുകാർക്ക് ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ ആ സാഹചര്യത്തിനനുസരിച്ച് അവിടെ ആളുകളെ കൂടുതൽ വയലന്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് പിരിച്ചു വിടുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്തത്. അത് മെമ്പറേ, ഇന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല ഇപ്പോൾ അതിൽ കാര്യം. ഒരു നിവൃത്തിയില്ലാത്ത ആ അമ്മാനെയും കുട്ടികളെയൊക്കെ വലിച്ചേക്കുക എന്നുള്ളത് അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിപ്പോയി. അതാ ഇപ്പോൾ അതിലുള്ളത്. ഇതല്ലൊക്കെ പ്രശ്നം. ഇത് പണ്ട് മെഷീനിൽ കല്ലുപിട്ട മാതിരിയല്ല. ഇത് നാറ്റക്കേസല്ലേ. ഈ തോല അങ്ങനെ വെറുതെ വിട്ടാ പോറ്റില്ല. ഇന്റെ കണ്ണു മുന്നിൽ കണ്ടല്ലോ ചെവിക്കുറ്റി ഞാൻ പൊട്ടിച്ചോനെ. അങ്ങനെ വിട്ടാ പറ്റുമ്പോ ഇത് കൊറേ ആയി ഓലിങ്ങനെ കളിച്ചു നമ്മളെ. ഇത് അങ്ങനെ വിട്ടാ പറ്റൂല. ഇതങ്ങനെ ലൂസാണ്ട കേസും അല്ല. നമ്മള് എന്ത് കാര്യമില്ലാന്ന് കുഞ്ഞെ തല്ലാനും കുത്താനൊക്കെ എളുപ്പമുണ്ടല്ലോ. ഇപ്പൊ നമ്മക്ക് കൂട്ടാൻ കൂടാത്ത പരിപാടിയൊന്നല്ല. പിന്നെ ഇപ്പൊ റഹീം ഇപ്പൊ അവിടെ എന്തിനാ പോയി എന്നുള്ളതൊക്കെ ഇപ്പൊ മജീദ് ഉണ്ടായിരുന്നൊപ്പം. മജീദിനും അറിയും. ഞാൻ ആഴ്ചമ്മൂനോട് കുട്ടികളോട് ചോദിച്ചാലും അതും അറിയും റഹീം എന്തിനവിടെ വന്നോന്ന്. അല്ല അപ്പൊ മൂസിയും ഓരൊക്കെ പാടി പറഞ്ഞെടുത്തേണ്ട മായിട്ടുള്ള പരിപാടികൾ എന്താന്നുള്ളതൊന്നും അല്ല പതിയിലുള്ളത്. പറഞ്ഞ പോലെ തന്നെ ആ കുട്ടീനോട് ചോദിച്ചറിഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളെ വണ്ടി തടഞ്ഞ ആ കുട്ടിക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ. മെമ്പറെ, സമൂഹത്തിലെ ഓരോരോ നിലയും വിലയും ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഓലൊക്കെ ഓരോരോ കാര്യം പറഞ്ഞിട്ടാണ് ഇതിക്കൊക്കെ വലിച്ചയച്ചാലേ ഇതിലൊക്കെ വേറെ കുറെ കാര്യങ്ങൾ വരാണ്ട്. നിങ്ങളെ അതുപോലെ മൂസനായാലും അംസനായാലും കണ്ടിക്കാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ മനസ്സിലാക്കി കൊടുത്താണ്ടി. ഇല്ലെങ്കിൽ കുഞ്ഞ് പറഞ്ഞ മാതിരിക്കേ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? മജീദേ, ചായ വെള്ളം എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞടാ. അല്ല വേണ്ടടാ, ചായ ഒന്നും വേണ്ട. ഞങ്ങൾ പോവണേ. എല്ലാം പറയാം, ഞങ്ങൾ പോവാ. പോവണേ. പോവന്നാല് പോവല്ലേ സുബൈദ? നമുക്ക് പോവാം. ഇജൊന്നും പോരണ്ട, ഞങ്ങള് പോയാ മതി. ഞാനും പോരാ. മാലിന്റെ കാര്യം ചോദിച്ചാലോ? നിങ്ങളൊന്നും ഉണ്ടാതിരുന്നാണി. നിങ്ങൾ പോരൊന്നും വേണ്ട. അതിന്റെ ഇടയിലെ നിങ്ങളൊരു മാല. ഒരു കാര്യം ചെയ്തടാ, കമ്പനി പോയി കണ്ടേ അത് സിബിനോട് പറഞ്ഞാൽ മതി. ഓൻ ചെയ്തോളും ബാക്കി കാര്യങ്ങൾ. എവിടുക്കാങ്ങളെ? ഞാനും സുബൈദയും കൂടെ ആഴ്ചമൂന്റെ വീട് വരെ ഒന്ന് പോവാണ്. എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടേ? നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിമാത്രം പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ഉണ്ടാതൊരു ഭാഗത്തിരുന്നോളൂ. അല്ല കാക്കോ, ഞങ്ങളൊന്ന് പോയിക്കാണ്ട് വർത്താനം അറിഞ്ഞു വരാം. ഇതാ ഞങ്ങൾക്ക് എന്തേലും അറിയണ്ടേ? ആൾക്കാരെന്തേലും ഒക്കെ പറഞ്ഞുണ്ടാക്കുക. ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമല്ലേ? എന്തായാലും ഞങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വരാം. സംഗതി അത് നല്ല ഏറ്റുകൾ അംശ. ഏതായാലും കുറിക്ക് കൊണ്ടുപോണത് ഇപ്പൊ റഹീമാജിനെ പുറത്തേക്ക് തന്നെ കാണാൻ സമ്മതിച്ചുകളെ. അപ്പൊ അതന്നല്ലേ ഞങ്ങളോട് ആദ്യം പറഞ്ഞു, അംസ കൊടുക്കണ ഒരു പണിയേക്കാരെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക്? അതാണ് അംസന്റെ പണി. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തരണം. ആ റഹീമാജിനെ പള്ളി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് ഇന്നങ്ങോട്ട് കയറ്റണം. അതിന്റെ ഒരു പഴയ ഒരു പൂതിയാണ്.
ആയിക്കോട്ടെ, നിങ്ങൾ സമാധാനപ്പെടി. നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനൊക്കെ നമുക്കൊരു വജ്ജുണ്ടാക്കാന്നേ. അതെ, എന്തൊക്കെ തന്നെ പറഞ്ഞാലും അംസേ 90% ആൾക്കാരും റഹീമാദേവി ചെയ്യൂലെന്ന് വിചാരിച്ച് നടക്കാണ്. നേരെ മറിച്ച ഇന്നെ പറ്റിയാലോക്കണ്ടേ നാട്ടുകാർക്ക് 100 നാക്കേക്കാരം. കുറ്റം പറയാനും കുറച്ചല് പറയാനും ലക്ഷണം കെട്ട നാട്ടുകാര്. അത് ശരി തന്നെയാണ്. അതിപ്പോ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതിന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയല്ലേ. പിന്നംസേ ആ ഇഷമൂന്റെ കുട്ടിക്ക് നമ്മൾ 2 ലക്ഷം റുപ്യ കൂടി കൊടുക്കാന്ന് നടക്കണല്ലോ. അതിപ്പോ ഇനിയിപ്പോ നമുക്ക് കൊടുക്കണ്ടേ? ഞാനിപ്പോ 2 ലക്ഷം ചെക്ക് കൊടുത്തില്ലേ, അത് നിങ്ങളാണ്ട് കൊടുത്താളി ബാക്കി. എങ്ങനെ 2 ലക്ഷം റുപ്യ ആക്കല്? അന്റെ 20,000 വലിച്ചിട്ടിക്കാണ്ടല്ലേ നമ്മള് 2 ലക്ഷം റുപ്യ ആക്കിയത്. ഇനിയിപ്പോ നമ്മള് കൊടുക്കാനുള്ള പൗതി ആക്കിയാന്നല്ലേ നമ്മളെ കരാറ്. ജൊക്കപ്പാട് ചിന്റെ പരിചയിക്കില്ലേ? അത് നിങ്ങൾ വീഡിയോ ആചാരേ, കണക്കിപ്പോ നമ്മള് തമ്മിലല്ലേ. നിങ്ങൾ ആ 2 ലക്ഷം എങ്ങനെ ഒപ്പിച്ചു കൊടുത്താണ്. ഞാനിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവാ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ നമ്മള് കളിച്ചക്കണ്ട ആരോടാണുള്ള ഓർമ്മല്ലേ, ഞാനിവിടെ ഇല്ലാത്താണ്. ശ്രദ്ധ വേണം. നജില, ഉമ്മാന്റെ കുട്ടി എന്തേലും വന്ന് തിന്ന്. ഇന്നലെ മുതൽ ഒന്നും തിന്നിട്ടില്ലല്ലോ. ഇവിടെ വന്നാണ്ട് എന്തെങ്കിലും തിന്നേ. ഇതിലിങ്ങനെ നിലവിളിച്ചിരിക്കുന്നതാ. എനിക്കൊന്നും വേണ്ടമ്മ. അല്ലെങ്കിൽ ഇജ്ജ് എന്ത് പണിയാ നജില ചെയ്തത്? എനിക്ക് ഉമ്മാനോട് ഒരു വാക്ക് ചോദിച്ചൂടേനിയാ? ഇജ്ജ് അങ്ങനെ ഓരോരുത്തുന്നത് വാങ്ങാൻ പാടുണ്ടാ? ഇമ്മ ഇങ്ങനൊക്കെ ആവുന്ന് എനിക്കറിയില്ലേനി. എല്ലാരും കൂടി നമ്മൾ മാലെടുത്തു പറഞ്ഞ് കളിയാക്കിയപ്പോൾ കാക്ക കൊടുക്കാനുള്ള പൈസ ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനാ വാങ്ങിയത് പോലും എനിക്കറിയില്ലമ്മ. എന്നാലും എടി, ഹാജിരാക്കാനെ പോലത്തെ ഒരാൾക്ക് നമ്മള് കാരണം ഒരു പേരുദോഷം ഉണ്ടാവുക പറഞ്ഞാല് എന്റെ റബ്ബേ എന്തൊക്കെയാണ് അവണ്ടാവുക എനിക്കറിയില്ല. പിന്നമ്മ നജിലെ പാമ്പുണ്ടാന്ന് ആചാരാക്കാനെ വിളിച്ചെത്തിയത് ഇനി ആരോടും പറയണ്ടട്ടോ. ആചാരാക്ക് എന്തിനാ വന്നതെന്ന് ഞമ്മക്കറിയില്ല. ഇനി അങ്ങനെ പറഞ്ഞാ മതി, അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരെ നമ്മളെ വെറുതെ വിടൂലമ്മ. അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? ഉമ്മാന്റെ കുട്ടികളും ഇനി അങ്ങനെ തന്നെ പറഞ്ഞാ മതി. ആചാരാക്കാക്ക് ഒരു പ്രശ്നം ഇല്ലാത്തതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയാ മതി. നിന്നെ പഠിച്ചോന്ന് ഇതിലെ അജ്ജ് ഇങ്ങോട്ട് വാങ്ങി കൊറേ വിളിച്ചിട്ട് എത്താവാ. നമുക്ക് അഞ്ഞോ ചോറത്തെ തിന്നവാ. വാ എന്നേലും തിന്നാൻ കണ്ട് വാ. നീ ചൂട് ഇടങ്ങാറായി കുത്തന്നിട്ട് എത്താ. വാടി വാ നജില. മുന്നിക്ക് നടക്കേ താത്താ, നമുക്ക് ആ മുന്നിൽ നിന്ന് ബെല്ലടിച്ചാ പോരേനോ? അത് വേണ്ട സുബൈദ, നമ്മൾ അവിടെ നിന്ന് വർത്താനം പറയുമ്പോ ആൾക്കാര് കാണും. ആയിഷമുത്താത്ത, ആയിഷമുത്താത്ത. ആരാണ്? നോക്കട്ടെ. അല്ല ആയിഷമാത്താ, എന്താണ് ഈ കേൾക്കണതൊക്കെ? നജില എവിടെ? ഓളൊന്ന് വിളിച്ചാണേ. നജില ഇവിടെ ഉണ്ട്. നജില, അല്ല നജില, ഇജല്ലേ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്കൂനെ അങ്ങോട്ട് വിളിച്ചേറ്റിയത്? എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? എന്താ സംഭവം? ഈ ഒന്ന് പറഞ്ഞെന്നാ. ഇവിടെ പാമ്പൊന്നും കേറിയിട്ടില്ല. ആചാരാക്ക എന്തിനാ വന്നത് എനിക്കറിയില്ല. മാലന്റെ കാര്യം എന്തേലും പറഞ്ഞുകൊണ്ട് വന്നതായിക്കാരം. പിന്നെ എന്നോടൊരു കാര്യം ചോദിക്കും വേണ്ട, പറയും വേണ്ട. നിങ്ങൾ കൂടുതലൊന്നും എന്റെ കുട്ടീനോട് ചോദിച്ചു പറയും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഓള് തിന്നണില്ല കുടിച്ചണില്ല, ഒരു കഥയില് കിടക്കാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞങ്ങള് മാലെടുത്തു. എന്തൊക്കെയാണ് പറയുന്നത് ആൾക്കാര്? എല്ലാം കൂടി ഞങ്ങൾക്ക് മതിയായിക്കണ്. അല്ല, ഓളോടല്ലാതെ പിന്നെ ആരോടാ ചോദിക്കാ? ഓളല്ലേ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്കൂനെ അങ്ങോട്ട് വിളിച്ചു കയറ്റിയത്. ഡ്രൈവർ മജീദും അതന്നെ പറയണത്. പിന്നെ ഇപ്പൊ നിങ്ങള് ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു വാക്ക് പറയണത്? ആൾക്കാർ പലതും പറയും. ഞാൻ എന്താ കാട്ടേണ്ടിയത്? നിങ്ങൾ കുറെ നേരമായാലും ഇതിങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളെ മാപ്പിളിനെ സംശയം ഉണ്ടെങ്കിൽ അത് പെരി പോയി തീർത്താളി. ഇജ്ജ് എന്താണ് ഈ ചലക്കണത്? ആ കാക്കൂനെ പോലത്തെ ഒരു മനുഷ്യന് ഈ പെരനുള്ളിൽ കയറ്റാൻ എനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായത്? എന്നിട്ട് ഇമ്മത്തെ ഒരു വർത്താനം. അന്നെ ഞാൻ തൊട്ടു പോകരുത്. ഓളെ തല്ലാനും കൊല്ലാനും നിങ്ങളാരാ? നിങ്ങളെ മാപ്പിളിനെ പോയി നന്നാക്കി ഞങ്ങളെ കാര്യങ്ങൾ നോക്കണ്ട കേട്ടോ. സുബൈദ, ഇജിങ്ങോട്ട് മാറുന്ന കാര്യങ്ങൾ എന്തായാലും കുറെ കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും നല്ല ഒരു എന്ത് മനസ്സിലാക്കണം നിങ്ങൾ പറയണത്? അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. എന്റെ കുട്ടി മാലെടുത്തതാണ് നോണ അറിഞ്ഞ ആൾക്കാരല്ലേ നിങ്ങള്. കൂടുതൽ നിങ്ങളൊന്നും പറയണ്ട, അവിടെ നിന്ന് ഇറങ്ങിക്കോളി. സുബൈദ, ഇജി പോന്നാ. ഓരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരിപ്പോ സംശയം തീർക്കാൻ വന്നതാ. കുറച്ചുകൂടെ പറയണ്ടീനി അവരോട്. കുറഞ്ഞു പോയി പറഞ്ഞത്. എത്ര സീനത്തെ അയച്ചമ്മ പോയിട്ട് പറഞ്ഞത്? എന്റെ മാലന്റെ വർത്താനം എന്തേലും പറഞ്ഞോ? മാല അജാത്താ, നിങ്ങള് പോയിട്ടേ ഒരു ചായ ഉണ്ടാക്കി കാണി. ഓനെ കൊറേ നേരമായി ചായക്കോ ഒന്നുണ്ടാക്കി. എന്തമ്മ ഓല് പോയിട്ട് പറഞ്ഞത്? അവിടെ പാമ്പൊന്നും കേറിയിട്ടില്ല പൊന്നോ. ഐറ്റങ്ങൾ എന്തൊക്കെയോ ഒളിപ്പിച്ചിരിക്കണ മാതിരിയാണ് വർത്താനം പറയുന്നത്. അതൊന്നല്ല പൊന്നോ, ഓലോട് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഓല് ഞങ്ങളെ മേത്തിക്കൊണ്ട് തട്ടിക്കേറുക. ഓലെ നമ്മള് കണ്ട ആദ്യത്തെ ആൾക്കാരേ അല്ല. എന്താവോ പഠിച്ചോൻക്കറിയാം.
ഞാൻ അപ്പളേ പറഞ്ഞതാണ് അയറ്റൊന്നും അടുപ്പിച്ചാൻ പറ്റിയ ജാതികളല്ല. അപ്പൊ എല്ലാരും കൂടിയാണ് തലേ കെട്ടി നെജില നശീല പറഞ്ഞിട്ട് ഇപ്പൊ എന്തുണ്ടായത്? എന്റെ മുതലും പോയി മാനം പോണടത്തേക്കാ കോലം. ഈ കാര്യങ്ങളൊന്നും ഇന്ന് കെട്ടിച്ചോടത്ത് അറിയാൻ ഞാൻ മതിയേനു. ഈ കാര്യങ്ങളൊക്കെ ഇനി ഇല്ലാത്താണെന്ന് പോൽക്കറിയില്ലല്ലോ ഇപ്പോഴും. അല്ല ജോസ് ഹംസ പോയോ? ആ ഹംസാക്ക മംഗലാപുരം പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. പിന്നെ നമ്മളാ കൊടുത്ത പണി നല്ല കൊണ്ടകളാണ് അവിടെ. പിന്നെ നമ്മളാന്ന് അറിയില്ലല്ലോ, അതറിയാൻ പാടില്ലട്ടോ. നാട്ടിലൊരു സംസാരം ഉണ്ട്. ഇണ്ടേ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞടക്കുന്നുണ്ട്. ആ പെണ്ണിനെ നമ്മൾ 2 ലക്ഷം റുപ്യ കൊടുക്കാറില്ലേ, അതെങ്ങനെ കൊടുത്തുകാണാൻ സെറ്റ് ആക്കണം, ആരും അറിയാതെ. ഇതിന്റെ ബാക്കിൽ നമ്മളാന്ന് അറിയരുത്. അതിന്റെ വർത്താനൊന്നും പറയണ്ട. എന്റെ മുതലാളി ഹംസ പറഞ്ഞ കേട്ടത് ആ പൈസ ഇങ്ങോട്ട് കൊടുക്കാന്, ഞാൻ തോന്നിട്ട് കൊടുക്കാനാ. ഏതായാലും അവൻ വന്നിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിക്കണ്. ആ ലീലന്റെ ചെറുക്ക ബലാലാണല്ലോ വരുന്നത്. എന്തത്തിനാപ്പ ആ ചെറുക്കൻ വരുന്നാവോ? ആ ചെറുക്കനെ കാണാനെ ജോസഫ് പേടിയേക്കും. എന്റെ പൈസ എവിടെ? എന്ത് പൈസടാ? നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി വന്ന 5000 റുപ്യ തരാറില്ലേ ആ പൈസ? അന്നത് ഏൽപ്പിച്ചോണ്ട് എന്റെ മനസ്സും വണ്ടി മേലേക്കുന്നു. ഇജു എന്റെ അമ്മയല്ലേ റഹീമാജിനെയും മുജീബിനൊക്കെ പോയിക്കാണ്ട് സമീപിച്ചത്. ഓലേക്കൊന്ന് പോയിക്കാണ്ട് വാങ്ങിക്കോ പൈസ. ഞാൻ ഓലൊക്കെ തരും പൈസ. അല്ല അജരൊക്കെ നിങ്ങൾ തരാറിനേറ്റല്ലേ ഇങ്ങോട്ട് തരിയേ. ഓലൊക്കെ തരുമോ പൈസ? ചേലക്കഥ പോയി ചെറുക്കാൻ. സുബൈദ സീനത്തെടുത്തു. താത്ത തലവേദന കിടക്കുന്നുണ്ട്. എങ്ങനെ തലവേദന ഇല്ലായിരിക്കും? അമ്മാര് വർത്താനം കേൾക്കണ്ടേ? എവിടെ കുട്ടികളി? ഓ താത്താന്റെ അടുത്തുണ്ടായിനോടെ. നിങ്ങൾ ആഴ്ചത്താത്തോടെ പോയിട്ട് എന്താ ഒരു പറഞ്ഞു? എത്ര പറയാണ്, അവിടെ പാമ്പൊന്നും കേറിയിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ആ നസിലാനോട് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചു നോക്കി, ഒന്നും പറയണില്ല. ഒന്നും പറയുമ്പോൾ എന്നോടൊന്നും ചോദിക്കുമ്പോഴാന്നാ പറഞ്ഞത്. ഇതൊക്കെയാണ്. എന്നാലേ പുറത്ത് അതിനെ പറ്റി പലതും പറയുന്നുണ്ട്. അല്ലാത്തൊരു വയലിച്ചായി പോയി അത്. എന്നോട് അളിയാക്കുന്നിട്ട് എന്താ പറഞ്ഞു? കാക്കു എന്താ പറഞ്ഞു? കാക്കു അവിടെ ഇരിക്കണു, എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിപ്പോ എന്തേലൊക്കെ ചെയ്യണ്ടേ? അളിയാക്കനോട് കാര്യങ്ങളൊക്കെ ഒന്ന് വർത്താനം പറയണല്ലോ. ഇതൊക്കെ എടുത്തിച്ചോണ്ടൊന്ന് വന്നാ ഒന്ന് പോയി വെക്കാം അളിയാക്കൻ്റെ അടുത്തേക്ക്. ഈശേ നോക്കി കുഞ്ഞിക്ക് എന്തോ പറയാണ്ടോലോ. ആ അളിയാക്ക, നമ്മൾ നാളെ ആഴ്ചമാർത്തടുത്ത ആ പ്രശ്നം ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ച മാതിരൊന്നല്ല ഇപ്പൊ ആൾക്കാർ പറഞ്ഞത്. സുബൈദിയും സീനത്തൊക്കെയാണ് പോയിന്നല്ലോ, എന്നിട്ട് പോലും മാറ്റി പറഞ്ഞില്ലേ. വെറുതെ നല്ല നാട്ടുകാർ അങ്ങനെ പറഞ്ഞത്. നാട്ടിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതായിരുന്നു മനുഷ്യന് ഭക്ഷണത്തരം കൊണ്ട്. ആ നാട്ടിലിപ്പോ ചില ആൾക്കാരിപ്പോ മുസാജിന്റെയും ഹംസന്റെ ഒക്കെ വർത്താനം കേട്ട് പറയാനും ആളുണ്ടോ. അതുപോലെ പോയപ്പോ കുട്ടികളെങ്ങനെ മാറ്റി പറഞ്ഞെന്നുള്ള എനിക്ക് മനസ്സിലാകത്ത്. അതൊക്കെ ആൾക്കാർക്ക് പിന്നീട് മനസ്സിലായിക്കോളും. അല്ല അപ്പൊ നമ്മളെന്താ ചെയ്യാ? കുഞ്ഞ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞെടുക്കാൻ 100 ആളുണ്ടാവും. അയച്ചുമ്മന്റെ മക്കളെയും തൊള്ളന്നെ മതിയല്ലോ. പറഞ്ഞു ദുബായ് വരെ എത്തിക്കണു. പിന്നെ വിളിച്ചിട്ട് ചോദിക്കണ്ട എന്താ അമ്മ അവിടെ നടന്നത് എന്ന്. പറഞ്ഞു വഷളായിപ്പോ. അതില് വഷളാകാനൊന്നുമില്ല. അതൊക്കെ പറയേണ്ട ആൾക്കാർ വേറെയാണ്. എനിക്കറിയപ്പോ അതൊക്കെ. ഇതുള്ളതായാലും വേണ്ട, ഇല്ലാതായാലും വേണ്ടില്ല. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല അല്ലേ. ഇത് നമുക്ക് ഒതുക്കി തീർക്കണം. അതിനിപ്പോ എൻ്റെ കയ്യിൽ ചെറിയൊരു പണിയുണ്ട്, കുറച്ച് ചില്ലറ ചെലവാകും. നിങ്ങള് ഒരു 5 ലക്ഷം റുപ്യ എൻ്റെ കയ്യിൽ തരണം, ഞാനത് ഒതുക്കിക്കോളാം. റഹീമേ പൈസ കൊടുത്ത തീരുമെങ്കിൽ അങ്ങനെ ചെയ്തോളാ. അയച്ചുമ്പോ മക്കളും പൈസക്ക് കാരം വേണമെങ്കിൽ എന്നാലെങ്കിലും ഇതിൽ തൊള്ളം നടങ്ങുമല്ലോ. ഈ മാനക്കെടുന്നൊന്നും രക്ഷപ്പെടാലോ. എന്നാല് എന്ത് പൈസ കൊടുത്ത് ഒതുക്കി തീർക്കേ? എന്തിനാ നമ്മള് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുത്തേക്കാട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കരുത ആൾക്കാര് നമ്മളിതൊക്കെ ചെയ്താന്നല്ല മനസ്സിലാവുള്ളൂ. കുഞ്ഞേ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. പൈസ കൊടുത്തേക്കാണ്ട് ഇവിടെ ആരുവേ ഈ പ്രശ്നം തീർക്കും വേണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇതെന്തിനാ കുഞ്ഞി ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? ഇവിടെ മാനക്കാട് തോന്നുന്ന ആൾക്ക് ഒന്നും തോന്നണില്ല. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് 5 പണം വെച്ചാൽ നോക്കാം. നസിലാന്റെ മാറ്റല് കഴിഞ്ഞില്ലേ? പറഞ്ഞ നേരത്തെ എനിക്ക് ഓക്കും കൂടി കിട്ടിയെങ്കിൽ ഇപ്പൊ സുഖം അതിനില്ലേ അമ്മ? ഇതിപ്പോ ഞാൻ ഒറ്റക്ക് പോണ്ടേ? അല്ല നസ്ല, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണോ? താമസം കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ വരാൻ പറ്റുമോ? ഓല് നജില ആഴ്ചയിലൊന്നും വരാൻ പറ്റൂല എന്നാ പറഞ്ഞ, മാസത്തിലേ വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അനക്കും കൂടി കിട്ടുകയാണെങ്കിൽ സുഖേനി. ഇപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെ പോണ്ടേ? പഠിച്ചോനെ, ഈ ഇടങ്ങേറിൽ ഒരാൾക്ക് എന്നെ പണി കിട്ടിയ വലിയ കാര്യമാണ്. ഇവിടെ പോരെ നജില, വാതില് നല്ല പൂട്ടി കിടന്നിട്ടാ. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ടട്ടാ. നജില ഞങ്ങൾ പോയി വരാട്ടോ. ശ്രദ്ധിച്ചു പോണോ? വാതിലടിച്ചാളെ വേഗം.
അടിച്ചാണ്ടാത്തിരുന്നട്ടാ. ഖദീജ ആൾക്ക് ഇപ്പൊ തന്നെ പോണോ? ഞാൻ പോയിങ്ങാണ്ടേ നാളെ തന്നെ ഇങ്ങോട്ട് വരാം. കുട്ടീനെ ഒന്ന് കണ്ടുങ്ങാണ്ടേ വേഗം വരാം. ഇല്ലാഞ്ഞാലൊരു സുഖം ഉണ്ടാവില്ല ഇവിടേക്ക്. ഞാൻ നാളെ തന്നെ വരാം. കതിരാത്ത ആ തന്ന പൈസ ഒന്ന് സൂക്ഷിച്ചോണ്ട് ബസ്സിലൊക്കെ പോകുമ്പോഴേ അപ്പൊ ഇമ്മ പറഞ്ഞ മാതിരി വേഗം പോകും ചെയ്തോണ്ട്. എന്നാ കഴിച്ചാത്താ നേരം വഴുകണ്ടേ, എന്നാ വേഗം പോയിക്കോളി. ഞാൻ പോയിങ്ങോട്ട് വരട്ടാ. പിന്നെ പോണെന്ന് തന്നെ ഉള്ളൂ. മനസ്സൊക്കെ ഇവിടെയാണ്. എന്താണിത്? നോക്കട്ടെ, ഇങ്ങോട്ട് തന്നാണി. നോക്കട്ടെ, ഇവിടുത്തെ ഞാൻ നോക്കട്ടെ ഇതിലെന്താണ്. ഇമ്മേത് ഇമ്മമാരെ മാലയാണല്ലോ. ഇമ്മ ഇമ്മ ഇവിടെ വരി. ഇമ്മമാരെ മാല ഇട്ടീണ് ഇതാക്കണേ. ഇവിടെ വരി. നിങ്ങൾ പോകാൻ പറ്റേ, നിങ്ങോട്ട് വരി. നിങ്ങളാണല്ലേ കള്ളത്തി മാലത്തിന്റെ എത്തണേ എത്ത പൊന്നത് ഇമ്മമാന്റെ മാല. അടച്ച റബ്ബേ, എന്റെ മാല ഈ ഒരുമ്പട്ടോളാണ് എന്റെ മാല എടുത്തിക്കണത്. ഒപ്പം നിന്നുകാണ്ട് എത്ര കഥയില്ലാത്ത നിങ്ങൾ ഈ കാട്ടിയത്. നിങ്ങളാണ് ഈ മാല എടുത്തത്. ഇതിന്റെ പേരിൽ എത്രങ്ങാനും ഒച്ചപ്പാട് ഇവിടെ ഉണ്ടായത്. ഒന്ന് പറഞ്ഞൂടെ നിങ്ങക്ക്? എന്താ കഴിച്ചാത്തത്? നിങ്ങളെ ഞങ്ങൾ ഈ വീട്ടിലൊരു അംഗം പോലെയല്ലേ കണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇമാരി പണി ചെയ്തപ്പോഴോ ഇതിന്റെ പേരിൽ ഞങ്ങൾ ആ നെസ്ലാനെ ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചിട്ട് ഇവിടെ നിർത്തുക? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരെ കൊല്ലാനും മടിക്കൂലല്ലോ. എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് എടുത്തതാണ്. എന്റെ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചു തരടി. അന്നെ ഞാൻ ജയിലിൽ കടത്തും. അവിടെ കടക്കുമ്പോ എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും. ഇമ്മമ്മ നിങ്ങൾ ഇപ്പൊ ഒത്തും പറയണ്ട. നമുക്ക് ഇപ്പച്ചിനോട് ചോദിച്ചിട്ട് എന്താ വെച്ചാ തീരുമാനിച്ചാ. എന്തേ വന്നോ? റെയ്മേ മാല കിട്ടി. ഖദീജയാണ് മാല എടുത്തിക്കണേ. ഈ പോലീസുകാരോട് വരാൻ പറയോളെ കൊണ്ടുപോകാന്. നിങ്ങളെ മാല കിട്ടിയില്ലേ? എന്ത് പണി നടത്താൻ നിങ്ങൾ കാണിച്ചേ? ഇതിന്റെ പേരിൽ ആ കുട്ടീനെ ആവശ്യമില്ലാത്ത എന്തെല്ലാം വർത്താനം പറഞ്ഞു നിങ്ങള്. ഇതാണ് പറയേണ്ടത്. കാണാതെയും കേൾക്കാതെ നമ്മൾ ഒരു കാര്യം പറയരുത് എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക്? പോലീസ് സ്റ്റേഷനിലൊന്നും ഏൽപ്പിക്കണ്ട. നിങ്ങൾ പോകാൻ നോക്കി. സാധനം കിട്ടില്ല. ഏതായാലും ആവശ്യമില്ലാത്ത ഓരോരെ. കതിരാത്ത ഇങ്ങോട്ടല്ലേ പോകാൻ പറഞ്ഞത്? ഈ മാരമെന്ന ആളെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അല്ലെങ്കിലും ഒന്നിനും ആരും വിശ്വസിക്കാൻ പറ്റൂല. അതാ ദിമ്മ നിനക്ക് മനസ്സിലായത്. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പോകാൻ പറയുക ചേത്താനോട്. പോയിക്കോളി. എന്നോട് പോകാൻ പറഞ്ഞല്ലേ? ഇജ്ജ് പോയിക്കോ. വേഗം കഴിച്ചില്ലേക്കോ. അല്ലെങ്കിലും റഹീമിന് എല്ലാ കാര്യത്തിലും ദയയും കാര്യവും കുറച്ച് കൂടുതലാ. ജോസേ, എന്റെ മോലാളി അംസക്ക് ഇപ്പൊ എന്തൊക്കെ ബിസിനസ് ഉള്ളത്? റിയൽ എസ്റ്റേറ്റ്. അതിപ്പച്ചറിയില്ലേ? വേറെന്തൊക്കെ ഏർപ്പാടുള്ളതെന്ന് പറഞ്ഞ അതിപ്പോ നിങ്ങൾ അംസാക്കാണ് ചോദിച്ചോളി. ആവശ്യത്തെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങള് എനിക്കിപ്പോ ഇതൊന്നും തീർപ്പതേറ്റില്ല ജോസേ. റഹീമാജിക്ക് അടുത്ത പണിയെ കുറിച്ച് ആലോചിച്ചൊക്കെ നമുക്ക് ഈ കൊടുത്ത പറയുന്ന ക്ഷീണത്തിനൊന്ന് മാറട്ടെ. എവിടെ ചെറുക്ക ഇതിൽ കൂടെ കറ്റൽ ഞാൻ തെണ്ടി തിരിഞ്ഞാണ്ട് വരണ്ടേ? ആചാരക്ക ഞാൻ ആയിക്കൂടെ വരുമ്പോഴേ 2 തല്ലുള്ള ഒരു പാമ്പിനെ കണ്ടു. 2 തല്ലുള്ള പാമ്പോ? പാമ്പിനെ പറ്റി പറയുമ്പോ തന്നെ ഞാൻ റഹീമാജി കൊടുത്ത പണിയാണ് ആലോചിച്ച് നോക്കേണ്ടത്. അല്ല ജോസേ, 2 തല്ലുള്ള പാമ്പുണ്ടാകുമോ? ഇനി കണ്ടുക്കണോ? എനിക്കറിയാം, എനിക്ക് അതിനെ കുറിച്ച് അറിയാം. 2 തല്ലുള്ള പാമ്പോ? എന്നാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇച്ചൊന്നും നിന്നാ കാണണല്ലോ. എന്നാ നടക്കടാ. അല്ല കുഞ്ഞെ, എന്തിപ്പോ ഇങ്ങോട്ട് ഓടുന്നു? ഒരു കാര്യണ്ട്, ഞാനൊരാളാണ് വിട്ടണു. ആളെ ഇഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടോളി. എനിക്ക് സംഭവം ഒന്നും മനസ്സിലായില്ല. ഇതാ വരുന്നു. ആ മൂസാനും ലീലന്റെ മകനോടാണ്. ഞാൻ വിട്ടതാണേ. എന്താ നിങ്ങൾ ഇവിടെ? നിങ്ങൾ 2 തല്ലുള്ള പാമ്പിനെ കാണാൻ വന്നേക്കാരല്ലേ? അപ്പൊ അതേന്ന് കാര്യല്ലേ മൂസാനെ? 2 തലയുള്ള പാമ്പേ കൊറേ ഇവിടെ കളി തുടങ്ങിയിട്ട്. ഇത്രയും വയസ്സും പ്രായമല്ല ചങ്ങായി. കുഞ്ഞു കുഞ്ഞു മറിക്ക മൂസാൻ വെക്ക. അല്ല ആചാരക്ക, ഇപ്പൊ 2 തലയുള്ള പാമ്പിനെ കണ്ടില്ലേ? ഇതിനടാ നമുക്ക് ഇതിനെ വിളിച്ചോർന്നേ. നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചേരടാ.